بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഈമാൻ നിലനിർത്താൻ, അതിനെ പ്രകാശിപ്പിക്കാൻ, ലൈവായി നിർത്താൻ നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് 5 നേരത്തെ നിസ്കാരം. ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇബാദത്തിനോടാണ്, തൗഹീദിനോടാണ് നിസ്കാരത്തിനെ അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ള കർമ്മമാണ് നിസ്കാരം എന്നർത്ഥം. 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ നിഘണ്ടുവിലില്ല, അങ്ങനെ ഉണ്ടായിക്കൂടാ. കാരണം നിസ്കാരം ഒഴിവാക്കലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കുഫ്റായിട്ടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത മുതഅമ്മിദൻ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ആരെങ്കിലും ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായിരിക്കുന്നു. ആ ഹദീസിനെ ശറഹ് ചെയ്ത മുഹദ്ദിസുകൾ പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിച്ചവൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു നിസ്കാരമാണ്, അല്ലാണ്ട് കുറെ കാലമായിട്ട് നിസ്കാരം ഒഴിവാക്കുന്നവന്നല്ല. രണ്ടാമത്തത് കഫറ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐ കുഫറുൻ മുഖ്രിജുൻ മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫറുൻ അക്ബറിൽ പെട്ടതാണ് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. അത്ര ഡേഞ്ചറാണ്. അറിഞ്ഞുകൊണ്ട് മുതഅമ്മിദൻ, മനഃപൂർവം. നിസ്കാരത്തിന്റെ ഗൗരവം അറിയാം, നിർബന്ധമാണെന്നറിയാം, ഞാൻ നിസ്കരിക്കേണ്ടതാണെന്നറിയാം, നിസ്കരിക്കാതിരിക്കാനുള്ള ശറഅ് അനുവദിച്ച ഉദുറുകളൊന്നുമില്ല, വെറുതെ ഇന്ന് വേണ്ട എന്ന് വെച്ചവൻ കാഫിറാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അഥവാ ഒരാള് നിസ്കാരം ഒഴിവാക്കിയാൽ അവന് ജയിലിൽ അടക്കണം. ഏതുവരെ? ഒന്നുകിൽ അവൻ നിസ്കരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവൻ മരിക്കുന്നത് വരെ. പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കാൻ അവന് അവകാശം നൽകിക്കൂടാ. കാരണം നിസ്കാരം ഒഴിവാക്കുന്നവൻ തോന്നിവാസിയാണ്, അവൻ ഉമ്മത്തിനെ ഫസാദിലാക്കും. അവിടെ ജയിലിലിട്ടോണം. ഉമ്മത്തിനെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ ഫസാദാക്കുമെങ്കിൽ, ഒരു വീട്ടിൽ ഒരു നിസ്കരിക്കാത്തവനുണ്ടെങ്കിൽ ആ വീട്ടിലെ ഖൈർ ബർക്കത്ത് മുഴുവൻ നശിക്കുന്നു. മാത്രമല്ല ശൈത്താനിയത്ത് മുഴുവൻ അവനിലൂടെ ആ വീട്ടിന്റെ ഉള്ളിൽ വരും. ഒറ്റൊരാൾ. അതുകൊണ്ട് ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്നവനെ ജയിലിലടക്കണം. അതാണ് ഹനഫി മദ്ഹബിലെ മസ്അല. ഒന്നുകിൽ നിസ്കാരക്കാരനാകുന്നവരെ, അല്ലെങ്കിൽ മരിക്കുന്നവരെ ഓനെ പൂട്ടിയിട്ടുള്ളണം. അപ്പൊ വീട്ടിലുള്ള ആളെ നിസ്കരിക്കുന്നില്ലെങ്കിൽ പുറത്താക്കലാണ് ബെറ്റർ. ആ വീട്ടിൽ അവരുടെ അവകാശം നൽകാതിരിക്കലാണ് ഖൈർ. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അതേപോലെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഈ 2 ഇമാമുകളുടെ അഭിപ്രായത്തില് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ആദ്യം അയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. യുസ്തതാബു 3 അയ്യാം, 3 ദിവസം ഖാദി അയാൾക്ക് സാവകാശം കൊടുക്കും തൗബ ചെയ്യാൻ. അയാളെ നിരീക്ഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കും. അയാൾ തൗബ ചെയ്ത് നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കും. വന്നാൽ ഓക്കെ, പ്രശ്നമില്ല. പിന്നെയും അയാൾ നിസ്കരിക്കുന്നില്ല എന്ന് കണ്ടാലോ അയാളെ നാട് കടത്തും. കാരണം ഒരുപക്ഷെ അയാളെ നിസ്കരിക്കാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അയാളുടെ മോശമായ മാഹൗലായിരിക്കാം. ചുറ്റുപാട് എങ്ങനെ ആയതുകൊണ്ടാവാം, കൂട്ടുകെട്ട് എങ്ങനെ ആയതുകൊണ്ടാവാം. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി അയാളെ നാട് കടത്തണം, നിരീക്ഷിക്കാൻ ആളെ ഏൽപ്പിക്കും. എന്നിട്ടും അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന്റെ പിരടി വെട്ടിക്കൊന്നു കളയണം. ഇതാണ് ഇസ്ലാമിലെ നിയമം.
നിസ്കരിക്കുന്നില്ലെങ്കിൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഹംബലി മദ്ഹബിന്റെ മസല പ്രകാരം ഒരുത്തൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഓനെ ഖാദിലെടുത്ത് പട്ടാളക്കാരെ പിടിച്ചു കൊണ്ടുവരും, യുഖ്തലു ഹദ്ദൻ, ഓനെ തല വെട്ടിയിട്ട് കൊന്നു കളയും, കാരണം അവൻ മുർത്തദ്ദാണ്. ദീനുൽ ഇസ്ലാമിലെ വേറെ ഒരു അമലിനും ഒരു അംറിനും ഈ മസലയില്ല. സകാത്ത് ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, ഹജ്ജ് ചെയ്യുന്നില്ല, അവരൊന്നും കൊല്ലപ്പെടേണ്ടവരല്ല. മറിച്ച് നിസ്കാരം ഒഴിവാക്കിയവൻ, ബാക്കിയുള്ളതൊക്കെ നിഷേധിക്കുന്നവന്റെ ഹുക്മ് വേറെ. അതായത് തർക്കും ജുഹൂദും. നിഷേധം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പറയാണ്, അങ്ങനത്തെ ഒരു നോമ്പുണ്ടാകും, ഇതിലുള്ള രാവിലെ മൊത്തം മനുഷ്യന്മാർ ഇങ്ങനെ പട്ടിണിക്കിടുക, എത്ര അവശന്മാരായ ആൾക്കാരുണ്ടാവും, വെറുതെ എന്തിനാ ഇങ്ങനത്തെ ഒരു നിയമം, അതാണ് നിഷേധം. ആ നിഷേധിച്ചോ മുർത്തദ്ദാണ്, സംശയമില്ല. പക്ഷെ ഒരുത്തൻ ആ വാദങ്ങളൊന്നുമില്ല, പക്ഷെ ഓൻ എന്ത് ചെയ്യുന്നില്ല, നോമ്പെടുക്കുന്നില്ല. അല്ലെങ്കിൽ സക്കാത്തിനെ സംബന്ധിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല, പക്ഷെ സക്കാത്ത് കൊടുക്കുന്നില്ല. അവർക്കൊന്നും കുഫറോ അല്ലെങ്കിൽ റിദ്ദത്തോ ചാർത്തപ്പെടൂല. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം നിഷേധിച്ചാലും നിഷേധിക്കാതെയും ഒഴിവാക്കൽ കൊണ്ട് മാത്രം കുഫർ ചാർത്തപ്പെടും, കൊല്ലപ്പെടുകയും ചെയ്യും. അവന്റെ മസല എന്താണെന്നറിയോ? അങ്ങനെ കൊല്ലപ്പെട്ടാൽ അവൻ ലാ യുഗ്തസൽ, അവന് മയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നാസറികൾ കുളിപ്പിക്കുന്നില്ലല്ലോ. വലാ യുസല്ല അലൈഹി, അവന്റെ മേൽ മയ്യത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുകയില്ല. വലാ യുഖ്ബറു ഫീ മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവന് ഖബർ കൊടുക്കുകയും ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യും? ഏടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടോ? അത്ര അവഗണിക്കപ്പെട്ടവനാണ് ഇസ്ലാമിൽ നിസ്കാരം ഒഴിവാക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാനുഷികമായിട്ടുള്ള പരിഗണനകളും ബന്ധങ്ങളും ഒക്കെ ഇല്ല. നിസ്കാരം ഒഴിവാക്കുന്നവനാണ് നമുക്ക് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ മയറ്റിസ്കരിച്ചൂടാ. അല്ല, അത് പ്രശ്നമില്ല. കാഫിറാണെങ്കിലും കുടുംബം തന്നെ. കാഫിറാണെങ്കിലും മുശ്രിക്കാണെങ്കിലും മുനാഫിക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ കാഫിറുകളാണ്. പക്ഷെ ബന്ധത്തിന് യാതൊരു തകരാറുണ്ടായില്ല. പക്ഷെ ആദർശപരമായി വിയോജിപ്പാണ്, അത് സംശയമില്ല. അതായത് നമ്മൾ മുവഹിദായ മുഅ്മിനായ ഒരു കുടുംബക്കാരന് കൊടുക്കുന്ന പരിഗണനയായിരിക്കൂല കാഫിറായ മുശ്രിക്കായ കുടുംബക്കാരന് കൊടുക്കുന്നുണ്ടാവുക. വ്യത്യാസം മനസ്സിലായില്ലേ? അതിലേറ്റക്കുറച്ചിൽ ഉണ്ടാവും. പരിഗണിക്കപ്പെടുന്നത് മുഅ്മിനായ മുവഹിദായ, ഇതുപോലെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം പറഞ്ഞപ്പോ അയൽവാസികൾ 3 തരത്തിലാന്ന് പറഞ്ഞില്ലേ? ഒന്ന് അയൽവാസിയുമാണ്, കുടുംബ ബന്ധമുള്ള ആളുമാണ്, മുഅ്മിനുമാണ്. മുഅ്മിനായ കുടുംബ ബന്ധമുള്ള അയൽവാസി, ഏറ്റവും വലിയ ഹക്ക് ആ അയൽവാസിയോടാണ്. രണ്ടാമത്തത് മുഅ്മിനായ അയൽവാസി, കുടുംബ ബന്ധമില്ല, രണ്ടാമത്തെ ഹക്ക് അയാളോടാണ്. മൂന്നാമത്തത് മുശ്രിക്കായ കുടുംബ ബന്ധമുള്ള അയൽവാസി, മുശ്രിക്കാണ് പക്ഷെ കുടുംബ ബന്ധമുണ്ട്. നാലാമത്തത് മുശ്രിക്കുമാണ്, കുടുംബ ബന്ധവും ഇല്ലാത്ത അയൽവാസി. അങ്ങനെ 4 കാറ്റഗറിയാണ്. ആ രീതിയിലുള്ള പരിഗണനയാണ് ഈ പറഞ്ഞ നിസ്കാരം ഒഴിവാക്കുന്നു കുടുംബത്തിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായി? ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ജൂതർ ഫൈറൂസിന്റെ കുത്തുകൊണ്ട് കൊടല് പുറത്തേക്ക് വന്നിട്ടാ കിടക്കുന്നത്. ഇബ്നു ഉമർ പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ, നമ്മൾ വെള്ളം അല്ലെങ്കിൽ പാല് വായിലൂടെ ഒഴിച്ചു കൊടുക്കും, അത് വയറ്റിൽ ആ തോട്ടയിലൂടെ പുറത്തേക്ക് വരും നമ്മൾ കാണുക. ആ അവസ്ഥയിലാണ്. അന്നേരവും അദ്ദേഹം ചോദിക്കുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. കാരണം നിസ്കാരത്തിന് കൈകെട്ടുമ്പോഴാണല്ലോ ഈ കുത്തു കൊണ്ടത്. അപ്പൊ നിസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ? അലിയായി പറഞ്ഞു നിസ്കാരം പൂർത്തിയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിതാരിഖി സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്നവൻ ഇസ്ലാമില് യാതൊരു ഓഹരിയും ഇല്ല, ഒരു പങ്കുമില്ല. ഒരു ഉപ്പ, ഉദാഹരണത്തിന്, വിഷയം ഭയങ്കര ഡേഞ്ചറാണ്. അയാൾ പൈസക്കാരനാണ്, അയാൾക്ക് 2 മക്കളുണ്ട്. ഒരു മകൻ മുവഹിദായ നിസ്കാരക്കാരനായ മുസ്ലിമായ മുഹ്സിനായ മോനാണ്. രണ്ടാമത്തെ മകൻ നിസ്കാരം ഒഴിവാക്കുന്ന മുവഹിദാണ്. ശ്രദ്ധിക്കണേ, മുവഹിദാണ്, പക്ഷെ എന്തില്ല,
നിസ്കാരക്കാരനല്ല. ഈ ഉപ്പാന്റെ അനന്തര സ്വത്തിൽ ഈ ഒരു മോന് മാത്രമേ അവകാശമുള്ളൂ, മറ്റൊരു അവകാശമില്ല. എന്താ കാരണം? അവന്റെ മകൻ എന്ന ബന്ധമുണ്ടെങ്കിലും അനന്തരാവകാശ നിയമം ഇസ്ലാമികമാണ്. ആ ഇസ്ലാമിക നിയമം ബാധകമാകണമെങ്കിൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും മുഅ്മിനാവണം. ഇവൻ നിസ്കാരം ഒഴിവാക്കുന്നവനായത് കൊണ്ട് തന്നെ മുഅ്മിനായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് അനന്തര സ്വത്തും ഓന് കിട്ടൂല. തിരിച്ചാ ഉപ്പാവും അങ്ങനെ തന്നെ. അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുള്ളയോട് ഒരു സ്ത്രീ ഒരു ഫത്വ ചോദിച്ചു. അതായത് അയാൾ ഈ പെണ്ണിന്റെ ഭർത്താവ് നിസ്കരിക്കൂല, ഒരുപാട് ഉപദേശിച്ചു, നിർബന്ധിച്ചു, നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. ഈ പെണ്ണ് അയാളെ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കൂല. പെണ്ണിന് പേടി, തഖ്വയുള്ള സ്ത്രീയാണ്, കാരണം അത് ഭർത്താവിന്റെ ഹക്കാണ്. അത് ഞാൻ മുടക്കം വരുത്തുന്നതിൽ ഞാൻ കുറ്റക്കാരിയാകുമോ? ഇതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ഫത്വ, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ കുറ്റക്കാരിയാവുകയില്ല എന്നല്ല, നീ എത്രയും പെട്ടെന്ന് അയാളിൽ നിന്നും തലാഖ് ചോദിച്ചു വാങ്ങുക. നിങ്ങളുടെ വിവാഹ ബന്ധം ബാത്തിലാണ്. കാരണം നിസ്കരിക്കുന്ന നീ മുഅ്മിനത്തും നിസ്കാരം ഒഴിവാക്കിയ നിന്റെ ഭർത്താവ് കാഫിറുമാണ്. നിങ്ങളുടെ വിവാഹ ബന്ധം സാധുവാവൂല. അങ്ങനെയാണെങ്കിൽ കൊളോണ്ടയിൽ എത്ര തലാഖ് നടക്കും? ഞാൻ ഇന്ന് ഒരു ഫത്വ വായിച്ചു, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, നിക്കാഹിന്റെ സദസ്സിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടത് ആരൊക്കെയാ? വലിയും ചെക്കനും 2 സാക്ഷിയും. അപ്പൊ ഈ ഉസ്താദോ? ശരിക്കും പറഞ്ഞാൽ ഉസ്താദിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് റിയാദ് കിട്ടുന്ന കൊണ്ട് നമ്മൾ പോകുന്ന അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇമാമിന്റെ ഖത്തീബിന്റെ ഒന്നും ആവശ്യമില്ല. നിക്കാഹ് നടക്കാൻ വലിയ പറയാണ്, എന്റെ മോളെ ഇന്ന മഹറിന് ഞാൻ നിനക്ക് ഭാര്യയായി തന്നിരിക്കുന്നു. ഓൻ പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു. ആ പ്രശ്നമില്ല, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതെന്താ അങ്ങനെ? അതുകൊണ്ട് ഇഷ്ടക്കച്ചവടമാണ്. അപ്പൊ ഈ പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു. 2 സാക്ഷികൾ പറഞ്ഞു, ആ നമ്മൾ കേട്ടു, ഒക്കെ തൃപ്തനാണ്. പിന്നെന്താ പരിപാടി? അത് ഇന്ത്യൻ നിയമം അനുസരിച്ച്, ഇസ്ലാമിന് ഒപ്പൊന്നുമില്ല. കഴിഞ്ഞ ഖലാസ് അള്ളാഹുവാണ് സാക്ഷി. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തഹ്ലൽതും ഫുറൂജഹുന്ന. അത് നിക്കാഹിന്റെ, അത് വലിയ പറയേണ്ടത് വലിയാണ്. നിക്കാഹിന്റെ ഖുതുബ അല്ല അത്. അതൊരു പുണ്യകർമ്മം തുടങ്ങുമ്പം ഉള്ള ദിക്റാണ് ഖുതുബത്തുൽ ഹാജ. ഇല്ല, നിക്കാഹിനില്ല. നിക്കാഹിനാകെ എന്താ? ഖുതുബത്തുൽ ഹാജ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു, അത് പറയാ, എന്നിട്ട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, കാര്യത്തിലേക്കാണ്. അത് നിക്കാഹിന്റെ സുന്നത്തല്ല. അത് ഏത് പുണ്യകർമ്മം തുടങ്ങുമ്പോഴും, ഇപ്പൊ ക്ലാസ് തുടങ്ങല്ലേ, അപ്പോഴും ഖുതുബത്തുൽ ഹാജ സുന്നത്താണ്, നിക്കാഹിന്റെതല്ല. അത് പറയേണ്ടത് വലിയാണ്. കാരണം ആ സദസ്സില് സംസാരിച്ച് തുടങ്ങുന്ന ആള് വലിയാണ്, ഖത്തീബല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെന്താക്കി? നമ്മളെന്താക്കി? അതൊരു ചാൻസ് ആണ്. ബന്ധുക്കളൊക്കെ വന്ന് കൂടുമ്പോ നമ്മൾ ആദർശം ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു അവസരമായി കണ്ട് വിജാത്തല്ല, വിജാത്തിന്റെ കളത്തിപ്പെടൂല. ഒരവസരം ദീൻ പറയാനുള്ള ഒരു ചാൻസ് ആ കൂട്ടത്തിൽ കിട്ടിയപ്പോൾ നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നും അതിനില്ല. ഒരു ഖത്തീബ് ഇല്ല. സലഫി പള്ളി, ഒളവണ്ണ സലഫി പള്ളിയിലെ ഖത്തീബ് പറയാണ്, നിങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിക്കാഹിന് വരൂല. ടെൻഷനൊന്നും അടിക്കണ്ട, അവർക്ക് പുരക്കുന്ന എന്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞൊരു സംഭവം. പക്ഷെ നമ്മളൊരു നാടിന്റെ മര്യാദയൊക്കെ ഇതിലാവും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. റസൂലുള്ളാഹി നിക്കാഹിന്റെ ഭാഗമാണ് ഖുതുബയെങ്കിൽ സഹാബാക്കൾ എത്ര പേര് നിക്കാഹ് കഴിഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കല്യാണം കഴിഞ്ഞു. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഭൂലോക കോടീശ്വരൻ. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ സ്വത്വത്തെ അറിയും. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ട് വഫാത്താവുമ്പോ, ഷഹീദാവുമ്പോ. അതിനുശേഷം 4 ഭാര്യമാർക്കും കൂടി അദ്ദേഹത്തിന്റെ സ്വത്തോഹരി വെച്ച് കൊടുത്തപ്പം ഒരു ഭാര്യയ്ക്ക് കിട്ടിയത് ഇന്ത്യൻ മണി 70 കോടിയാണ്. കണക്ക് പ്രകാരം 70 കോടി രൂപയുടെ സ്വത്താണ് ഒരു ഭാര്യക്ക് അന്ന് അവര് വീതിച്ചു കൊടുത്തു. അങ്ങനെ 4 ഭാര്യകൾക്കും ഒരേപോലെ കൊടുക്കുമല്ലോ.
എന്തായിരിക്കും ആ സ്വത്തിന്റെ അളവ്? അമ്മാതിരി പൈസക്കാരെ കഴിഞ്ഞു പോയി സഹാബാക്കളെ കൂട്ടത്തില്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കല്യാണം കഴിച്ചു. പിറ്റേന്ന് രാവിലെ സുഹൈക്ക് പള്ളിയിൽ വന്നപ്പം പുതിയാപ്പിളമാര് തേക്കുന്ന അത്തറിന്റെ നിറം അദ്ദേഹത്തിന്റെ കുപ്പായത്തിലുണ്ട്. സുഹൈ ചോദിച്ചു, അബ്ദുറഹ്മാന്റെ കല്യാണം കഴിഞ്ഞാ? നബി ഇന്നലെ കല്യാണം കഴിച്ചു. ആരറിഞ്ഞില്ല. എന്താ എനിക്ക് നമ്മളെ പള്ളിയിലെ അവസ്ഥ? എടാ, നിന്റെ സെക്രട്ടറിനെ വിളിക്കാൻ ഒരു മങ്ങലോ അല്ലേ? ആയിട്ട് വരട്ടെ. നേരത്തെ അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ടാ. അപ്പോഴാ ചോദിച്ചത്, നീ എന്താ വലീമ കൊടുത്തോ? ഇല്ല നബിയെ, വലീമ കൊടുക്കണം. ഔലി വലൗ ബിശാത്തിൻ, ഒരാട്ടിന് നടത്തിയിട്ടാണെങ്കിലും നീ വലീമ കൊടുക്കണം. വലീമയാണ്. പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നാണ് നമ്മൾ ശരിക്കും നിക്കാഹിന് ക്ഷണിക്കലില്ലേ? എന്തിലേക്കാ ക്ഷണിക്കുന്നത്? വലീമയിലേക്കാണ്. കാരണം പുതിയാപ്പിൾക്ക് പുതിയ സുഖം. അന്ന് കല്യാണം കഴിഞ്ഞ റാഹത്തന്നെ. ഫസ്റ്റ് നൈറ്റ് അവർക്കല്ലേ, നമുക്കെന്താ കല്യാണത്തിൻ്റെന്ന്? നമുക്ക് ബിരിയാണി. വലീമ ക്ഷണിക്കപ്പെടേണ്ടത് വലീമയിലേക്കാണ്, നിക്കാഹിലല്ല. നിക്കാഹ് അങ്ങനെ ആൾക്കാരെ വിളിച്ചിരുത്തി സ്റ്റേജിമ്പോ 10 വെള്ള കസേര, ബാക്കിൽ ചുവന്ന കസേര, സൈഡിൽ 2 സിംഹാസനം, എന്നിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ അതൊന്നും ഒരു ഇതല്ല. നാട്ടിലെ ഒരു ആചാരം, തെറ്റല്ല, ഒരു നാട്ടിലൊരു ആചാരം. അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്കൊരു നിക്കാഹ് കഴിയാത്ത പോലെ. അങ്ങനെ ഇല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞു, ലെറ്റർ നമുക്ക് കിട്ടുമില്ല. ക്ഷണം വരേണ്ടത് നാളെ എന്റെ വലീമയുണ്ട്, വരണം, തിന്നണം, പോണം. ആ വലീമയുടെ ദഅവ സ്വീകരിക്കൽ വാജിബാണ്. വലീമത്തിന്റെ ദഅവ സ്വീകരിക്കൽ വാജിബാണ്. കാരണം അതൊരു ഇബാദത്താണ്. വലീമ ഒരു ഇബാദത്താണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്. അത് ഹറാമാണോ ഹലാലാണോ നോക്കിയാൽ മതി. ആ ഫുഡ് ഇല്ല, നിക്കാഹിന്റെ മകൾത്തെ കൊണ്ട് കൂലിയൊന്നുമില്ല. വലീമക്ക് പോയാൽ കൂലിയുണ്ട്. ഹക്കുൽ മുസ്ലിം അല്ലേ? ഒരു മുസ്ലിമിന് മറ്റേ മുസ്ലിമിനോടുള്ള ബാധ്യത പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞെന്താണ്? ക്ഷണം സ്വീകരിക്കാൻ. അത് ഈ വലീമിനെ പറ്റിയാ പറഞ്ഞത്. പോകുമ്പോ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അനിസ്ലാമികമായിട്ടുള്ള പാട്ട്, കൂത്ത്, അത് ഇത് ആ പരിപാടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റൂല, സംശയമില്ല. മാന്യന്മാരായി മാറിപ്പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഹറാമാണ്, അയാളുടെ സ്വത്ത്, പലിശക്കാരനാണ്, പോയിക്കൂടാ, അത് വേറെ കാര്യം. അതല്ലെങ്കിൽ വലീമയിൽ പങ്കെടുക്കണം. അത് കാഫിറാണെങ്കിലും പോവാം, മുശ്രിക്കാണെങ്കിലും പോവാം, വലീമയിൽ പങ്കെടുക്കാം. ഇല്ല, അതും നമ്മൾ നോക്കണം. നമുക്ക് ഹറാമാക്കപ്പെട്ട തരത്തിലാണോ അവർ സമ്പാദിച്ചതെങ്കിൽ നമുക്കത് ഹറാമല്ല, അയാൾക്കുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞത് പോയിട്ട് ഒരാട്ടിനെങ്കിലും അർത്ഥിച്ച് എന്ത് ചെയ്യണം? വലീമ കൊടുക്കണം. അങ്ങനെയാണ്, അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷികളായി ഹാജരായ 2 പേർ, അദ്ദേഹം പറയാണ്, നിസ്കാരം ഒഴിവാക്കുന്നവരാണെങ്കിൽ നിക്കാഹ് സാധുവല്ല, ആ നിക്കാഹ് ബാത്തിലാണ്. കാരണം നിക്കാഹിന്റെ ശുറൂത്താണ് എന്ത്? വലിയും ചെക്കനും സാക്ഷിയും. സാക്ഷി ആരാവണം? മുസ്ലിം ആവണം. നിസ്കാരം ഒഴിവാക്കുന്നവ മുസ്ലിം അല്ല, ഷർത്ത് പോയി, അമല് ബാത്തിലായി. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസം തന്നെ. നമ്മൾ പറയില്ല ദീൻ എളുപ്പാണ്. എവിടെ ദീൻ എളുപ്പം? അത് ഫിഖിലാണ്. ആ എളുപ്പം ഫിഖിലാണ്. ആദർശം കുറച്ച് കടുപ്പം തന്നെയാണ്. അത് ആൾക്കാരെ തെറി പറയും, ഒറ്റപ്പെടുത്തും, ആക്ഷേപിക്കും, തെറി വിളിക്കും, അതെല്ലാം എളുപ്പമായതുകൊണ്ടല്ലോ. അതേസമയത്ത് ഒരു മുസ്ലിമിന് അവന്റെ കർമ്മങ്ങളിൽ, നിസ്കാരത്തിന്റെ കാര്യം തന്നെ, നിൽക്കാൻ കഴിഞ്ഞോ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ കൽബോണ്ട് നിസ്കരിക്കുക, അതാണ് യുസ്ർ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ദീൻ മുറുകെ പിടിക്കല് പ്രയാസമുള്ള സംഗതി തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നാട്ടിൽ നടത്തോക്കി ആൾക്കാർ നമ്മളെങ്ങനെയാ കാണുക? ജ്യൂസ്, മക്കി ജ്യൂസ്. എന്താ മക്കി ജ്യൂസിന്റെ അർത്ഥം? ആ പേര് വന്നെങ്ങനെയായിരിക്കും മക്കി ജ്യൂസ്? മക്കി എന്താ? ഈച്ച. ഒരു പിശുക്കൻ കാക്ക ചായ കുടിച്ചു കൊടുക്കുമ്പോ ഈച്ച ചായയിൽ വീണു. ചങ്ങായി ഈച്ചനെ എടുത്തിട്ട് ഇതാക്കി ജ്യൂസാക്കി. ജ്യൂസ് പറഞ്ഞാൽ ഈ ഉറുദുവില് ഇങ്ങനെയാണ്. ആ ചായ പോലും ഈച്ചക്ക് കൊടുക്കാൻ പാടില്ല, അനക്കമാണെന്ന് പറഞ്ഞിട്ട്, അതാണ് മക്കി ജ്യൂസ്. അങ്ങനത്തെ പിശുക്കനാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്ഷേപിക്കും, ആൾക്കാരെ തെറി പറയും. അതിൽ കാര്യമില്ല. ദീൻ ദീനാണ്. നിസ്കാരം അത്ര ഗൗരവപ്പെട്ട സംഗതിയാന്നർത്ഥം. ഷഹാദത്തിന് പോലും അവൾക്ക് ഉൾക്കൊള്ളില്ല. അവര് സാക്ഷിയായ നിക്കാഹിന്റെ അഖദ് ഇസ്ലാമികമായി
ഹലാലല്ല, നിക്കാഹ് ബാത്തിൽ വരെയാണ്. എന്തായിരിക്കും നിസ്കാരത്തിന്റെ പവർ? അസ്സലാത്തു ഇമാദുദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം ദീനിന്റെ തൂണാണ്. ഫമൻ, ആരാണോ ആ തൂണിനെ, ഫമൻ തറക്കഹ, ആൻ ഒഴിവാക്കിയോ, ഫഖദ് ഹദമ ദീൻ, അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞോളാം. അവന്റെ ജീവിതത്തിൽ ദീനില്ല. അപ്പൊ നിസ്കാരം ഇല്ലാത്തൊരു മുവഹിദ്, അങ്ങനത്തെ ഒരു ചിത്രം ഇല്ല. നിസ്കാരം ഇല്ലാത്തൊരു മുഅ്മിൻ, അങ്ങനത്തെ ഒരു ചിത്രം ഇല്ല. മുഅ്മിനാണോ മുവഹിദാണോ അവൻ 5 നേരത്തെ നിസ്കാരക്കാരനായിരിക്കും. എന്താണ് ശർഈയായ ഉദർ ഒഴിവാക്കാൻ? അല്ലല്ല, അത് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. നിർബന്ധമായവർക്ക് ഒഴിവാക്കാൻ. രോഗികൾ നിസ്കരിക്കണം. ഇല്ല നൗമു വന്നിസ്യാൻ, 2 ഉദറേ ഉള്ളൂ. ഉറങ്ങിപ്പോയി, കാരണം അത് അല്ലാഹുവിന്റെ നിയമത്തിലുള്ളതാണ്. ഉറങ്ങിപ്പോയവൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അതാണ് ഓന്റെ നിസ്കാരത്തിന്റെ ടൈം. നമ്മൾ സാധാരണ എന്താ, സുബഹിക്ക് ഉറങ്ങിപ്പോയി 7 മണിക്ക് എണീച്ചു, ഇപ്പൊ എന്തായാലും കഴിഞ്ഞില്ലേ, നിസ്കരിക്കാനൊരു സുഖമില്ല. ഫജ്ർ നിസ്കരിക്കുമ്പോ ആ സമയത്ത് അല്ലെങ്കിൽ റാഹത്തില്ല. ഉറങ്ങിപ്പോയവന്റെ ഫജ്റിന്റെ ടൈം എഴുന്നേറ്റ ടൈമാണ്. ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം, ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഫജ്ർ നിസ്കരിക്കണം. ഇല്ലെങ്കിൽ വന്നിസിയാൻ, മറവി. ഇത് രണ്ടും മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള നമ്മളെ പിടുത്തത്തിലല്ലാത്ത സംഗതിയാണ്. മറന്നു പോവാം. സുന്നത്ത്. ഒരു യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് അവര് രാത്രി തമ്പടിച്ചു. രാത്രിയാണ് അധികവും റസൂലുള്ളാഹി യാത്ര ചെയ്യുക. പക്ഷെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ തമ്പടി. നല്ല ക്ഷീണിതനാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, രാവിലെ എന്നെ നീ ഉണർത്തണം ഫജ്റിന്. അപ്പൊ നബി ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. ആ അർത്ഥത്തിലെ വഹി കിട്ടുന്ന മറ്റൊരു അസാധാരണത വേറെ ഉണ്ട്. അതല്ല, മാനുഷികമായി ഉറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ബിലാലിനോട് എന്നെ വിളിക്കണം. രാവിലെ സൂര്യൻ ഉദിച്ച് വെയില് റസൂലുള്ളാഹിന്റെ മുഖത്ത് തട്ടിയപ്പം കിടന്ന കൂട്ടത്തിൽ ആദ്യം കണ്ണുറക്കുന്നത് റസൂലുള്ളാഹിന്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്റ്റ് ബിലാലിനെ വിളിച്ചു, ബിലാൽ, ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ല എന്നെ വിളിക്കാൻ. അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾ ഉറക്കിയാണ് എന്നെ ഉറക്കി, ഞാൻ എന്ത് ചെയ്യും? നബി അപ്പൊ തന്നെ എഴുന്നേക്കാൻ പറഞ്ഞു. കിടന്നിടത്ത് അങ്ങോട്ട് മാറി, എന്നിട്ട് ബാങ്ക് കൊടുത്തു, സുന്നത്ത് നിസ്കരിച്ചു, ജമാഅത്തായിട്ട് സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ ഈ 2 ഉദറ് കൊണ്ട് നിസ്കാരം ഒഴിവായി പോയാൽ നിസ്കാരം പോയിട്ട് നമ്മളെ ടൈം അന്നേരാണ്. അപ്പൊ എങ്ങനെയാണോ ടൈമിൽ ഒരാൾ നിസ്കരിക്കുക അതേപോലെ വേണം ആ സമയത്ത് നിസ്കരിക്കാൻ. അതൊരു ലാഘവത്തിന് ചിലപ്പം ഉറങ്ങിപ്പോയ ഒരാൾ എഴുന്നേറ്റാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കൂല. മാത്രമല്ല പെട്ടെന്ന് സ്പീഡ് അടിച്ചങ്ങ് തീർക്കും. ഇല്ല, അതാണ് അവരുടെ ടൈം. ഉറങ്ങിയവൻ എഴുന്നേറ്റാൽ, മറന്നവൻ ഓർത്താൽ, അതാണ് സമയം. ഈ 2 ഉദറല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് വേറെ ഉദറുകൾ ഇല്ല. അത് വേണോപ്പാ, അങ്ങനെ എപ്പോ ഉറങ്ങിപ്പോക്കില്ലല്ല. എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയാൽ, അത് എല്ലാ സുബഹിക്കും ഉറങ്ങിപ്പോക്കല്ല. അത് വേറെ, അതല്ല. അത് 5 ഇപ്പോഴൊക്കെ ഫജ്റിന് എണീക്കാത്ത മനുഷ്യൻ പിന്നെ ഒരിക്കലും എണീക്കില്ല. 5:30 ബാങ്ക്, 6:05 നിസ്കാരം പള്ളിയിൽ, എന്നിട്ടും ജമാഅത്തിന് എത്തില്ലെങ്കിൽ പിന്നെ ഒരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, ഉറങ്ങിപ്പോയവൻ ക്ഷീണം കൊണ്ടോ തിരക്കുകൊണ്ടോ ഒക്കെ കടന്നുപോയ ഉറങ്ങിപ്പോയി. നിസ്കാരമില്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം വാജിബാണ്. ഇപ്പറഞ്ഞ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാൻ കുറേ ഉദറുകളുണ്ട്. ഉദറുകളൊന്നും ഇല്ലാതെ വെറുതെ ബോധപൂർവം ഒരാൾ ഒഴിവാക്കിയാൽ ആ നിസ്കാരിച്ചിട്ട് കാര്യമില്ല. അവൻ ആ കൂലിയില്ല, നിസ്കാരച്ചായിട്ട് പരിഗണിക്കുകയില്ല. തൗബ ചെയ്യണം. വെറുതെ അള്ളാഹ് മാപ്പാക്കിയായി, ഇല്ലെങ്കിൽ പോയി ശിക്ഷിക്കപ്പെടും. ജമാഅത്തായി നിസ്കരിക്കുന്ന ശറഇൽ അനുവദിച്ച ഉദറില്ലാതെ ഒരുത്തൻ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ ഒരൊറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ, മലക്കൾ എന്ത് എഴുതും? സ്കെച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ അടുത്ത് കൂലി ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു, ചെയ്യേണ്ടത് ചെയ്തിട്ടാ വന്നത്. പക്ഷെ അള്ളാന്റെ അടുത്ത് എത്തുമ്പോ ഒന്നുമില്ല. അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടവും ഏറ്റവും വലിയ സങ്കടവും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള
പരിപാടിയില്ല. പക്ഷെ ഇവിടെ മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുക? ഇപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 14 വയസ്സ് പ്രായപൂർത്തിയായി. രണ്ടർത്ഥത്തില് പ്രായപൂർത്തിന്റെ അടയാളം ഒന്ന് വലിയ പുറപ്പെടുക, അതല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്ത് രോമം മുളക്കുക, അതല്ലെങ്കിൽ 14 വയസ്സാവുക. ഇതാണല്ലോ പ്രായപൂർത്തിന്റെ കണക്ക്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ എന്തായാലും പ്രായപൂർത്തിയായി. പക്ഷെ ആ മക്കൾ അധികവും ദുഹർ നിസ്കരിക്കലില്ല. +1 +2 അധിക വിദ്യാർത്ഥികൾക്കും നിസ്കാരമേ ഇല്ല. അത് ഉപ്പാക്കുമ്പൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ ഒരു ഉദർ എന്താ? വിദ്യാർത്ഥികളല്ലേ. ആ വിദ്യാർത്ഥി എന്ന ഉദർ അള്ളാഹുവിന്റെ ദർബാറിൽ ഉദർ അല്ല. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലപ്പം 4-5 ലക്ഷം റുപ്യ ഡൊണേഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ടാവുക. നിസ്കാരം അവർക്ക് കൃത്യസമയത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് PC വാങ്ങിയിട്ട് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തോളാം. കാരണം അള്ളാഹു പറഞ്ഞു, നമ്മളൊക്കെ ഓതുന്നൊരു സൂറത്തുണ്ട്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഇങ്ങനെ വന്നിട്ട് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ വലുതായി കാണുന്ന ദുനിയാവിന്റെ ജീവിതമാണല്ലേ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, അതല്ല വലുത്, ആഖിറമാണ് എപ്പോഴും ബാക്കിയുള്ളതും ഖൈറും. ദുനിയാവ് പോയാലും പ്രശ്നമില്ല, ആഖിറം നിങ്ങൾ പോവാണ്ടിരിക്കും. കാര്യത്തിൽ ഭയങ്കര ഗൗരവം കാണിക്കണം. നോക്കിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ പ്രായം നിശ്ചയിച്ചല്ലോ. പ്രസവിച്ച് കുഞ്ഞ് 7 വയസ്സാകുന്നത് വരെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നിർബന്ധമല്ല. ഗൈർ മുകല്ലഫ്, ഒരു കൽപ്പനകളും ആ മക്കളോടില്ല, ഒരു നിർബന്ധവും ആ മക്കളോടില്ല. മറിച്ച് ആ 7 വയസ്സിനിടയിൽ അവര് കുരുത്തക്കാടല്ല, വികൃതി കാണിച്ച് നടക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മളെ കണ്ടും കേട്ടും പഠിക്കേണ്ട സമയം. നിർബന്ധിക്കലില്ല. പനിമാനും കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും. നമ്മളെ മക്കള് മൊബൈൽ യൂസ് ചെയ്യാൻ പഠിച്ചെന്ത് കണ്ടിട്ടാണ്? നമ്മളെ കണ്ടിട്ടില്ല. ഏത് കുഞ്ഞുങ്ങൾ ഇപ്പൊ മൊബൈൽ എടുക്കുന്നു, പിൻകോഡ് അടിക്കുന്നു, അതല്ലെങ്കിൽ ഉറങ്ങുന്ന ഉപ്പാന്റെ കൈയെടുത്തിച്ചാണ് കൊണ്ടുവെക്കുന്നു, ഉടനെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്നു, പിന്നെ കാത്തു പഠിക്കുന്നു, പിന്നെ ഏതാ അങ്ങനെയുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അതല്ലേ സംഭവം. അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത് നമ്മളെ കണ്ടിട്ട് പഠിക്കുന്നു. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, കണ്ടിട്ട് പഠിക്കുന്നു. അതേ സമയത്ത് ഖുർആൻ ഓതുന്നതാ കണ്ടതെങ്കിൽ കേട്ടതെങ്കിൽ, ദീനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും മറ്റും പങ്കെടുക്കുന്ന കണ്ടത് കേട്ടതെങ്കിൽ അങ്ങനെ ആവുള്ളൂ. 7 വയസ്സ് വരെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്ന് 3 വയസ്സ് തൊട്ട് കിടക്കൊണ്ടേ ശാന്ത ടീച്ചറുടെ മടിയിലാണ്. നമ്മളെ ഉമ്മാന്റെ മടിയിൽ ഇരുന്ന് പഠിക്കേണ്ട മക്കള് ശാന്തമ്മ ടീച്ചറുടെ മടിയിലാണ് നഴ്സറി സ്കൂളിൽ പഠിക്കുന്നത് 3ാമത്തെ വയസ്സിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിക്കേണ്ട പ്രായത്തിലാണ് ഗുഡ് മോർണിംഗും ജോണി ജോണി എസ് പപ്പാവും എല്ലാം പോയി. പണ്ടത്തത് ഇപ്പൊ എന്താണെന്ന് അറിയില്ല, അള്ളാഹു ആലം. എല്ലാം പഠിക്കുന്നു. 7 വയസ്സ് വരെ ഒന്നുമില്ല. ബിന്ദാസ് കാടിച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ അവിടുത്തെ ഇവർക്കും തിരിയില്ല. ഒരു 10, 35, 40 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ആ പഴയ സ്കൂൾ ജീവിതം ഉണ്ടല്ലോ, ആ സമയത്ത് എന്തായാലും പഠിക്കും. 7 വയസ്സോടുകൂടെ 7 മുതൽ 10 വരെ കൽപ്പിക്കേണ്ട പ്രായം. മക്കളെ കർശനമായി കണിശമായി മുറു ഔലാദക്കും, എന്താ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണം എന്നാ പറഞ്ഞു. കൽപ്പിക്കണം എങ്ങനെയാ? കുഞ്ഞു മോനല്ലടാ, വാടാ മോനെ നിസ്കരിക്കാൻ പാടാ, ഇത് കൽപ്പനയല്ലല്ലോ. ഉപ്പ ആരാന്ന് ആ വയസ്സിൽ ആ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. 7 തൊട്ട് 10 വരെ ആരാണ് ഉപ്പ എന്ന് പറഞ്ഞാൽ. ഉമ്മാക്കൊക്കെ ശരിക്കും ഉപ്പാനെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രായമാണ് 7 തൊട്ട് 10 വരെ. നിർബന്ധമായും നിസ്കാരം പറയാൻ കാരണം അത് ഏറ്റവും ടോപ്പ് ആയതുകൊണ്ടാണ്. ദീനിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു. കൽപ്പിക്കുക. 10 ആയാലോ 14 വരെ അടിയാണ്. സൂക്ഷിക്കണം. ഇക്കാലത്തടിച്ചാൽ നാളെ നമ്മള് ജയിലിലായിരിക്കും. ശ്രദ്ധിക്കണം. പക്ഷെ 10 അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, നിങ്ങൾ അവരെ അടിക്കണം. 10 വയസ്സായാൽ. അത്ര ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തമീസായ മക്കളെ അവര് ബാലിഗല്ലെങ്കിലും പള്ളി കൊണ്ടോണെന്ന് പറഞ്ഞു. തമീസ് മീൻസ് കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള പക്വത. ചിലപ്പോ 10 വയസ്സായിട്ടുണ്ടാവും, മുമയ്യിസ് ആയിരിക്കൂല, അവനെ പള്ളിയിലേക്ക് കൂട്ടരുത്.
കാരണം ബാക്കിയുള്ള ആൾക്കാർ നിസ്കാരം തശ്മീശാക്കി കളയും. ഇടയിൽ ഓടുക, പിടിക്കുക, വലിക്കുക. അറബിക്ക് പിന്നെ സുജൂദ് ചെയ്യുന്ന ഉപ്പാന്റെ കന്തൂറിന്റെ ഉള്ളിലേക്ക് കയറും ബാക്കിന്ന്. ഭയങ്കരമായ കുറ്റക്കെട്ട് കാണിക്കുക. സുജൂദ് ചെയ്യുന്ന ഉപ്പാപ്പന്മാരെ കാല് പിടിച്ചിട്ട് വലിക്കും. ഇത് തമീസ് ഇല്ലാത്ത രീതിയാണ്. കാരണം ഉപ്പാവും ഉമ്മാവും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം ഗൗരവം. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പള്ളിയിലേക്ക് കൂട്ടും. കാരണം അത് അവിടെയുള്ളവർക്ക് പ്രയാസമാണ്. നിസ്കാരം എന്നാൽ മുമയ്യിസാണെങ്കിൽ അവരെ കൂട്ടിട്ട് തന്നെ പോണം. നിസ്കാരം എന്ന അമലിന്റെ ഗൗരവം അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവത്തിലാണ് നിസ്കാരം പറഞ്ഞത്. അപ്പൊ നിസ്കാരം ഒഴിവാക്കാന്നുള്ള സംഗതി ഇല്ല. പിന്നൊരു കാര്യം, എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സൂറത്തു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറിയം അല്ലെങ്കിൽ ഇസ്രാ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഇതൊരു താക്കീതാണ് നമ്മളെ സംബന്ധിച്ച്. സഹാബാക്കളെ പറ്റിയല്ല, ഉറപ്പാണ്. സഹാബാക്കൾ നിസ്കാരം ഒഴിവാക്കാന്നുള്ള സംഗതി ഇല്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞ വാക്കിന് അർത്ഥം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം അവരുടെ പിന്തലമുറക്കാരായി ഒരു വിഭാഗം വരും. എന്താ അവരുടെ പ്രത്യേകത? അദാഉ സ്വലാ, നിസ്കാരം അവർ പാഴാക്കും എന്ന് പറഞ്ഞാൽ അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നിസ്കാരത്തിന്റെ സമയത്തെ തൊട്ടവര് പിന്തിപ്പിക്കും. ഇദാഅത്തു സ്വലാത്തിന്റെ അർത്ഥം തർക്കു സ്വലാത്ത് അല്ല. കാരണം തർക്കു സ്വലാത്ത് കുഫ്റാണ്, പോയി. പക്ഷെ അള്ളാഹ് ഇവിടെ പറഞ്ഞ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞത് ഐ തഅഖറൂഹ, അവർ നിസ്കരിക്കും പക്ഷേ സമയത്തായിരിക്കില്ല, സമയത്തെ തൊട്ട് പിന്തിപ്പിക്കും. വത്തബഉ ശഹവാത്, എന്നർത്ഥം ഷഹുവത്തിനെ പിൻപറ്റും. നിസ്കരിക്കും പക്ഷെ അള്ളാന്റെ കൽപ്പന പ്രകാരമല്ല, അവന്റെ ഷഹുവത്ത് പ്രകാരം ആ നിസ്കാരം അള്ളാഹു പരിഗണിക്കൂല. അവൻ നരകത്തിൽ അറിയപ്പെടും. കാരണം അള്ളാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീൻ കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 നേരത്തെ നിസ്കാരം. ആ സമയമുണ്ട്, ആ സമയത്ത് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അപ്പൊ പറഞ്ഞു അസ്സലാത്തു ഫി അവ്വലി വഖതിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കണം. ടൈമിൽ സമയത്തെ പിന്തിപ്പിക്കുന്നത് അപകടമാണ്. അതെന്തുകൊണ്ടാണെങ്കിലും, ദുനിയാവിന്റെ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. എന്നാൽ ശറയിൽ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജമം കസ്വാക്കാനുള്ള അനുവാദം ഉണ്ടല്ലോ, അത് വേറെ. ബിലാ ഉദർ, കാരണങ്ങളൊന്നും ഇല്ലാതെ. കല്യാണത്തിന്റെ തിരക്ക് നിസ്കാരം പിന്തിപ്പിക്കാനുള്ള ഉദറാണോ അല്ലയോ? അല്ല. കാരണം ആ തിരക്ക് നമ്മൾ ഉണ്ടാക്കിയ തിരക്കാണ്, പ്രകൃതിപരമായ തിരക്കല്ല. അത് വേർതിരിച്ച മസല മനസ്സിലാക്കണം. നമ്മള് അനിസ്ലാമികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കുകൾ നിസ്കാരം പിന്തിപ്പിക്കാനുള്ള ഉദറിൽപ്പെട്ടതല്ല. 50,000ന്റെ കുട്ടിയാ ഇടുക പുതിയൊന്ന്, എന്തിനായിരിക്കുമ്പോ നല്ല വെളുപ്പുള്ള പെണ്ണാണ്, നല്ല പൂച്ചക്കണ്ണി പെണ്ണാണ്, എന്നാലും ഓക്ക് എന്ത് വേണം? മേക്കപ്പ് വേണം. എന്തിനായിരിക്കും? ഒന്നൊരു ഫാഷൻ. രാവിലെ തന്നെ അവളെല്ലാം പെട്ടിയും കുട്ടികളും എടുത്തിട്ട് വന്നു, മണിക്കൂറുകൾ എടുത്ത് പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ദുഹർ, അസർ, മഗ്രിബ്, ബെഡ്റൂമിലേക്ക് പോകുന്നവരെ ഇത് തന്നെ നോക്കണ്ടേ. അതിന്റെ ഇടയിൽ ചിലപ്പോ കളർ മാറിപ്പോയാലോ, പക്ഷെ ഒന്നും ചെയ്യുമ്പോ നിക്കാഹന്നെ പോയി പോവില്ലേ. അപ്പൊ ഈ നിസ്കാരമൊക്കെ അവൾ എന്ത് ചെയ്യും? ഉമ്മത്ത് എത്ര ഈസി ആയിട്ടാണ് നിസ്കാരം പറയുന്നത്, കൂളായിട്ട്. ഖുർആനിൽ അല്ലാഹു പറയും ഞാൻ അവനെ നരകത്തിലിട്ട് കളയും, നിസ്കാരത്തെ പിന്തിപ്പിച്ചവൻ. ഈമാനിന്റെ ഏറ്റവും മധുരമുള്ള അവസ്ഥ ഒരു മുഅ്മിനിന് സ്വന്തത്തെ അളക്കാൻ ഏറ്റവും നല്ല അളവുകോൾ ഹയ്യ അലൽ സലാഹ്, ഹയ്യ അലൽ ഫലാഹ് കേൾക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പടച്ചലുണ്ടെങ്കിൽ മുഅ്മിനാണ്. പ്രത്യേകിച്ചും ഫജ്ർ നിസ്കാരം മുഅ്മിനാണ്. ഈമാൻ ഇല്ലാത്തവന് വരാൻ കഴിയില്ല. കാരണം അല്ലാഹു പറയുന്നത് ഹയ്യ അല അസ്സലാഹ്, നിസ്കരിക്കാൻ വാ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ. വിളിക്കുന്ന ആരാ? മാലിക്കുൽ മുൽക്കാ വിളിക്കുന്നത്. അവിടല്ലേ ഭാഗ്യന് ശേഷമുള്ള ദുആ പറയുന്ന വാക്ക് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ഈ പൂർണ്ണമായ വിളിയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, എന്റെ റബ്ബാനെ വിളിച്ചിരിക്കുന്നു.
ഇങ്ങനെ പോണ്ടെടുക്കാൻ പറ്റിയ മുമ്പിന് ഇരിക്ക പുറത്ത് കിട്ടൂല. മുമ്പിന് ഈമാൻ ഇല്ലാത്തവന്റെ അടയാളം ബാങ്ക് കേട്ടാലും ക്ലോക്കിൽ മണിയടിക്കുന്ന കേട്ടാലും ബിന്ദാസ്. അല്ലാഹു അക്ബർ. ഈമാൻ ഇല്ലാന്നുള്ള അടയാളം. ചില റിവായത്തുകൾ കാണാം, ഖുബൈലൽ സ്വലാ, അതായത് അടുത്ത നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഈ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ളുഹറിന് അസറിന്റെ തൊട്ട് മുമ്പ്, അസറിന് മഗ്രിബിന്റെ തൊട്ട് മുമ്പ് സുബ്ഹി പറഞ്ഞു, ഹാദാ സ്വലാത്തുൽ മുനാഫിഖ്, ഇത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ ജംഉം ഖസ്റും ദീനുൽ ഇസ്ലാം അനുവദിച്ചത്. നിസ്കാരമാണ്. നിങ്ങൾ യാത്രയിലാണോ, ബുദ്ധിമുട്ടാണോ, ഒരുമിച്ചാക്കിക്കോ, പ്രശ്നമില്ല. തിരിച്ചിരിക്കണം സമയത്ത്, കാരണം സമയത്ത് നിർവഹിക്കണം. വേണമെങ്കിൽ അസറിനെ ളുഹറിലേക്ക് ആക്കിക്കോ, ളുഹറിനെ അസറിലേക്ക് ആക്കിക്കോ, 4-2 ആക്കിക്കോ, എന്നാലും നിസ്കരിച്ചിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഈ മസല എത്ര പറഞ്ഞാലും തീരൂല. എന്നാലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒരാള് വീട്ടിൽ നിന്ന് യാത്രക്കായി ഇറങ്ങി. യാത്രക്കായിട്ട് എന്ന് പറയുമ്പോൾ സാധനം വാങ്ങാൻ പോയതല്ല, പിന്നെ ടയർ പഞ്ചർ അടക്കാൻ പോയതല്ല. അതിന് യാത്ര എന്ന് പറയില്ലല്ലോ. ഇറങ്ങുന്ന ആൾക്കറിയാം ഞാൻ എവിടെയാ പോകുന്നത്. അങ്ങനെ ഇറങ്ങിയവൻ തിരിച്ചു പുരക്കെത്തുന്നത് വരെ മുസാഫിറാണ്. അവിടെ കിലോമീറ്റർ ഒന്നും പറഞ്ഞില്ല. പുരക്കെന്ന് ഇറങ്ങിയവൻ തിരിച്ചു പുരക്കെത്തുന്നത് വരെ മുസാഫിറാണ്. അവന് ജംഉം ഖസ്റും അനുവദനീയം ആണ്. പിന്നെയും ഖസ്ർ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ജംആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക, കോഴിക്കോട് ഒരാള് വടകരയിലേക്ക് പോവാണ്, യാത്രയാണ്, ജമ്മാക്കാം. ഖസ്ർ വേണോ വേണ്ടത് സ്വന്തം ആലോചിച്ച് തീരുമാനിക്കാം. അതിന്റെ ആവശ്യം വരൂല. എന്ത് ചെയ്യാം, ളുഹറിന്റെ ടൈമിൽ അസറിനാക്കാം, അസറിന്റെ ടൈമിൽ ളുഹറിനാക്കാം. ഇത് ഒരാള് ഉദാഹരണത്തിന് കോഴിക്കോട് നിന്ന് രാവിലെ ഇറങ്ങി, അങ്ങനെ കൊയിലാണ്ടിയിൽ എത്തി, ബ്ലോക്ക് മുതൽ കഴിഞ്ഞപ്പോഴേക്ക് ളുഹറിന്റെ ടൈമായി. അപ്പോൾ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ളുഹറിനെ അസർ എന്ത് ചെയ്യാം, ളുഹറിനെ നിസ്കരിക്കാം, പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ളുഹർ 4 നിസ്കരിച്ചു, അതിനോടൊപ്പം അസർ 4, അതാണ് അഫ്ദൽ. ഖസ്ർ യാത്രക്കാരന് അനുവദനീയമാണ്, എന്നാലും ജംആണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. അല്ല, നേരെ ഉൾട്ട. ഖസ്റാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്, ജംഅല്ല. അഫ്വൽ, ഖസ്റാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. എന്ത്? ചുരുക്കല്. ജംഅ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അൽ ജംഉ ലിൽ ഹാജ വൽ ഖസ്റു ലിൽ മുസാഫിർ, ഇതാണ് നിയമം. ചുരുക്കൽ യാത്രക്കാരന് ഇളവാണ്, ജംഅ് ആവശ്യത്തിനുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം വെച്ചു, ദീനി പ്രോഗ്രാം, പരിപാടി നടന്നുകൊണ്ടിരിക്കാണ്, മഗ്രിബിന്റെ ടൈമായി. അപ്പം നിർത്തിയാൽ ആ പ്രോഗ്രാമിന്റെ ഇതങ്ങ് കിട്ടുപോകും. അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇശാന്റെ പ്രതിഷ്ഠിക്കാം, കുഴപ്പമില്ല. മഗ്രിബ് നിസ്കാരം നമുക്ക് ഇശായിലേക്ക് മാറ്റാം, ഒളവണ്ണി തന്നെ. നമ്മൾ ആടുന്നിടുന്ന് അടുത്തുനിന്ന് വന്നല്ലേ, യാത്രയിലല്ല. പക്ഷെ അൽ ജംഉ ബിൽ ഹാജ, അത് ആവശ്യത്തിനുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കൂഫയിലെ പള്ളിയില്, തായിഫിലെ പള്ളിയിൽ ക്ലാസ് തുടങ്ങി. ളുഹറായി, അസ്റായി, നിസ്കരിച്ചു. അസ്റയിന്റെ മഗ്രിബായി, ക്ലാസ് നിർത്തുന്നില്ല, ക്ലാസ് കണ്ടിന്യൂ. ഇശാ ആയി, ക്ലാസ് നിർത്തുന്നില്ല. ഒരാൾ പറഞ്ഞു, ഷേഖ് നിസ്കാരത്തിന്റെ സമയമായി. അദ്ദേഹം പറഞ്ഞു, നിന്നേക്കാളും സുന്നത്ത് എന്താണെന്ന് അറിയുന്നവനാണ് ഞാൻ. നമ്മൾ സുബ്ഹാന സഹാബിയല്ലേ. ഇശാന് ശേഷം ക്ലാസ്സും കഴിഞ്ഞിട്ട് മഗ്രിബും ഇശാവും ഒരുമിച്ച് നിസ്കരിച്ചു. അപ്പൊ എന്ത് മനസ്സിലായി? ആവശ്യമാണെങ്കിൽ നിസ്കാരത്തെ ജംഅ് ചെയ്യാം, യാത്രയിലല്ലെങ്കിലും. ഹോസ്പിറ്റലിൽ പോയി ഇഖ്റ ചെയ്താ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പോവാതാക്കട്ടെ. അങ്ങനെ പോയാൽ ഒരു ദിവസം പോക്കാണ്. എന്ത് ചെയ്യാം, ളുഹർ അസ്റും ജംഅാക്കാം. പക്ഷെ അവിടെ എന്തില്ല, ഖസ്റില്ല, ഒരുമിച്ച് നിസ്കരിക്കാൻ പ്രശ്നമില്ല. അപ്പൊ കൊയിലാണ്ടി നമ്മൾ എന്ത് ചെയ്തു, ളുഹറും അസ്റും നിസ്കരിച്ചു. അങ്ങനെ വടകര എത്തി, ആവശ്യമൊക്കെ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോ ബ്ലോക്കില്ല, ഒന്നുമില്ല. നമ്മൾ നേരെ ഉളവണ്ണ എത്തി നോക്കുമ്പോ 5:30 ആയിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യണം? അസറിനെ മടക്കി നിസ്കരിക്കണം. അസറിന്, കാരണം അസറിന്റെ വക്തിൽ നമ്മുടെ യാത്ര എന്തായി, അപ്പൊ ആ റുഖ്സയും പോയി. അപ്പൊ മനസ്സിലായ, നമ്മൾ ഇവിടുന്ന് രാവിലെ വടകരയിലേക്ക് പോയി, കൊയിലാണ്ടിയിൽ നിന്ന് ളുഹറും അസറും ജമാക്കി. അതായത് ളുഹറിലേക്ക് അസറിനെ മുന്തിച്ച് ജമാക്കി, ജമ്മും കസറും ആക്കി. അങ്ങനെ വടകരയിലെത്തി, നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞു, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ഉളവണ്ണയിൽ എത്തുമ്പോഴേക്കും വൈകുന്നേരം 5:30 ആയിട്ടേ ഉള്ളൂ. ആ മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കാൻ ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്.
അപ്പൊ അസറിന്റെ ടൈമിൽ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. ആ അസർ നമ്മൾ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ സമയത്തിൽ നമ്മുടെ യാത്രയും ആവശ്യവും ഒക്കെ കഴിഞ്ഞു. അപ്പൊ നേരത്തെ നിസ്കരിച്ചെന്തായി? അത് സുന്നത്തായിട്ട് പോയി. അത് സുന്നത്തായിട്ട് പോയി. സമയത്തിൽ നാട്ടിലെത്തിയാൽ നമ്മുടെ യാത്ര കഴിഞ്ഞു, റുഖ്സയുടെ ഉദർ കഴിഞ്ഞു. നിസ്കാരം എന്ത് ചെയ്യണം? 4 റക്അത്ത് നിസ്കരിക്കണം. 4 റക്അത്ത് അസ്ർ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ സമയത്ത് നമ്മളെ വീട്ടിലെത്തിയാൽ, വീട്ടിലെത്തുന്നതോടെ എല്ലാം കഴിഞ്ഞു, യാത്രയും റുഖ്സയും എല്ലാം കഴിഞ്ഞു. വീട്ടിലെത്തിയാൽ ഇനിയിപ്പോ നമ്മുടെ യാത്രയിലാണ്. എന്തായാലും ഒരു മസല പറയാം. യാത്രയിലാണ്, കൊയിലാണ്ടിയിലെ കൊല്ലത്തുള്ള പള്ളിയിൽ നമ്മൾ കയറി. അവിടെ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഒരു നിർബന്ധമില്ല. ജമാഅത്തിനോടൊപ്പം കൂടൽ നിർബന്ധമല്ല. കാരണം യാത്രക്കാരന്റെ ജമാഅത്ത് നിസ്കാരം നിർബന്ധമില്ല, വാജിബല്ല. എന്നാൽ കൂടിയാലോ? അഫ്ദൽ, ഏറ്റവും നല്ലത്. പക്ഷെ കൂടിയാൽ 4 നിസ്കരിക്കണം. ഇമാം എത്ര നിസ്കരിക്കുന്നോ അത്ര തന്നെ നിസ്കരിക്കണം. അതിന് ശേഷാസ്ത്രം എന്ത് ചെയ്യാൻ? നമുക്ക് ഒറ്റയ്ക്ക് 2 നിസ്കരിക്കണം. പിന്നെ ഒരു മസല, ജുമാക്കോ ഖസ്റുമില്ല, ജംഉമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ മടിക്കേരിയിലേക്ക് പോയി വെച്ചു, ഒരു ടൂർ പോയി. എപ്പാ വന്ന നിങ്ങള്? വെള്ളിയാഴ്ച രാവിലെ അടുത്തി. ദീർഘയാത്രയാണ്, 120 കിലോമീറ്റർ ഓടി വന്നതാണ്. ഓൾറെഡി മുസാഫിറിന് ജുമാ ഇല്ല. മുസാഫിറിന് ജുമാ ഇല്ല. 1 ഹുറാസ് നിസ്കരിച്ചാൽ മതി. പക്ഷെ ജുമായിൽ നമ്മൾ പങ്കെടുത്തു. ഇസ്ലാം നിങ്ങൾക്ക് തന്ന ഒരു ഇളവിനെ വേണ്ടാന്ന് വെച്ച് ജുമാക്ക് നിങ്ങൾ പങ്കെടുത്തപ്പം അതിന്റെ ഒരു പണിഷ്മെന്റ് ആയിട്ട് അല്ലാഹു തന്നതാണ് ജമ്മും കസറുവാക്കാൻ പറ്റൂല. വേണ്ടാത്ത എന്തിനാ ചെയ്ത്? നിങ്ങൾ 100 നിസ്കരിച്ചാൽ പോലെ. ജുമാ എന്തിനാ നിസ്കരിച്ച്? അസറിന്റെ വക്തിൽ തന്നെ നിസ്കരിച്ചോളണം. ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാർ കുടുങ്ങുന്ന സംഗതിയാണ്. ഹലാലായ യാത്രയാ മതി. വിനോദയാത്ര ഹലാലായ യാത്രയാണ്. ജമ്മും കസറും ബാധകമാകുന്നത് ഹലാലായ യാത്രക്കാണ്. പിന്നെ ഇല്ല, ജമ്മില്ല. അല്ലെങ്കിൽ എന്താണ്? നിങ്ങള് പള്ളിയിൽ ജുമാക്ക് പങ്കെടുത്താൽ തന്നെ ദുഹുറിന്റെ നീയത്തിൽ നിസ്കരിക്കണം. ജുമാന്റെ നീയത്തിലല്ല, ദുഹുറിന്റെ നീയത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? അസ്ർ ജമാക്കി നിസ്കരിക്കാം. ജുമായാണ് നിസ്കരിച്ചതെങ്കിൽ വേണ്ട. ദുഹറിന്റെ നീയത്തിലാണ് നിങ്ങൾ ജുമാ നിസ്കരിച്ചതെങ്കിൽ ദുഹറായി. അതിനപ്പുറം അസർ 2 റക്അത്ത് ജമാക്കി അസർ ജമാക്കി നിസ്കരിക്കാം, പ്രശ്നമില്ല. ജുമാക്ക് പങ്കെടുത്താൽ ജമ്മും കസറും പറ്റില്ല. ചില ഉലമാക്കൾ ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും പ്രഗത്ഭരായ ജുംഹൂറിന്റെ മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ജുമാക്ക് ജംഉ പറ്റൂല. അസറിന്റെ സമയത്താണെങ്കിൽ ഇറങ്ങിയിട്ട് 2 റക്അത്ത് അസർ. ഗൗരവമുള്ള മസലയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാല് മുസാഫിറാണ് ജുമ. ഇവിടെ ഒരു വിഷയം എന്താണ്? നമുക്ക് ജുമ ഒഴിവാക്കുമ്പോൾ അങ്ങനൊന്നും വേണ്ട, അത്ര ഓവറുള്ള ദീനൊന്നും ആവണ്ട. ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. പോവാതിരിക്കാം. അതൊരു പോയിന്റാണ്. വെള്ളിയാഴ്ച യാത്ര ചെയ്യുകയാണെങ്കിൽ ദുഹറിനെയും അസറിനെയും, ജുമാനെയും അസറിനെയും നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അൽ ജവാബ്, അൽ മുസാഫിർ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ലൈസ അലൈഹി ജുമാ, ഓനെന്തില്ല? ജുമയില്ല. വഇന്നമാ യുസല്ലി ദുഹ്റൻ, ഓനെന്ത് ചെയ്യണം? ദുഹ്റാ നിസ്കരിക്കേണ്ടത്. വലാ ബഅസ അൻ യുജ്മഅ ബൈന ദുഹ്രി വൽ അസ്ർ, ദുഹ്റാ നിസ്കരിച്ചതെങ്കിൽ അസ്റിനെ എന്ത് ചെയ്യാം? ജമാക്കിയാൽ പ്രശ്നമില്ല. അത് നമ്മുടെ നിയ്യത്ത് പോലെ. അമ്മാ ഇദാ സല്ലൽ മുസാഫിറു മഅൻ നാസി അൽ ജുമഅ, ഇനി ഒരു മുസാഫിർ അവിടുത്തെ ആ നാട്ടിലുള്ള ജനങ്ങളോടൊപ്പം ജുമഅ നിസ്കരിച്ചാൽ ഫഇന്നഹു ലാ യജ്മഉ ഇലൈഹാ അൽ അസ്റ, അവന് അസ്റിനെ ജുമഅയിലേക്ക് ജംഅ ചെയ്യാൻ പറ്റൂല. ബൽ അലൈഹി അൻ യുസല്ലി അൽ അസ്റ ഫീ വഖ്തിഹാ, അസ്റിനെ അവന്റെ സമയത്ത്, അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. പക്ഷെ അസ്റിന്റെ സമയത്ത് അസ്ർ ജമാക്കുന്നുണ്ടെങ്കിൽ ദുഹർ വെക്കണം.
പ്രശ്നമില്ല, കുഴപ്പമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കേൾക്കണം. നല്ല ചോദ്യമാണ്. കാരണം നമ്മളെ ഇമാമികളൊക്കെ ഇപ്പൊ ദൂരത്ത് നിന്ന ആൾക്കാരാണ്. എന്നാലും മഹല്ലത്തിലെ കൗമ് പഠിക്കൂല. എന്റെ മോനെ ഒന്ന് ആലിമാക്കുക, നല്ലൊരു ഖതീബാക്കുക, നല്ലൊരു ഹാഫിമാക്കുക, അതെല്ലാം ഇനി വരണം. നമ്മളെ മക്കള് നമ്മളെ മഹല്ലത്തിലെ ദീനിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന അവസ്ഥയിൽ വരണം. അല്ല ശരിക്കും വേണ്ടത്. സത്യം പറഞ്ഞാല് നല്ല അവസ്ഥയിലാണ് ചോദിച്ചത്. അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടിയാണ്. എന്നാൽ ചില ഉലമാക്കൾ റുഖ്സ പറഞ്ഞിട്ടുണ്ട് ളുഹറിനോടൊപ്പം ജുമഅനോടൊപ്പം അസ്ർ ജമാഅക്കാം. കാരണം പറഞ്ഞത് ജുമഅ ളുഹറിന്റെ ബദലാണ് എന്ന്. ജുമഅ ളുഹറിന്റെ പകരം നിസ്കരിക്കുന്ന, ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ. ആ മസല വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജംഅ ചെയ്യാം എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്നാൽ ശരിക്കും നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതാണ്. കാരണം മുസാഫിറാണ്, ജുമഅ നിർബന്ധം ഇല്ലാത്ത ആളാണ്, എന്നിട്ടും ജുമഅ നിസ്കരിക്കാന്ന് പറയുമ്പോൾ അതൊരു കുരുത്തക്കാരാണ്, അതിന്റെ ഒരു പണിഷ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ വെള്ളിയാഴ്ച യാത്ര മധ്യാഹ്നത്തിന് മുമ്പ് ചെയ്യാൻ അനുവദനീയമാണ്. മധ്യാഹ്നം കഴിഞ്ഞാൽ ഇസ്ലാമിൽ അനുവദനീയമല്ല. 12 മണി കഴിഞ്ഞാൽ യാത്ര അനുവദനീയമല്ല ഇസ്ലാമിൽ. രാവിലെ തന്നെ പോണം. മധ്യാഹ്നം മീൻസ് സൂര്യൻ നേരെ ളുഹറിന്റെ ടൈം ആകുന്നതിന് മുമ്പുള്ള ടൈം ഉണ്ടല്ലോ, ളുഹ കഴിയുന്ന സമയം. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച യാത്ര പാടില്ല. മുസ്ലിങ്ങൾക്ക് ജുമ കഴിഞ്ഞു പോവാം. ജുമ കഴിഞ്ഞു പോവാം. ജുമ കഴിഞ്ഞു പോവാം. അത് രാവിലെ എത്തുമല്ലോ എന്തായാലും എയർപോർട്ടിൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ കരിപ്പൂർ താമസിക്കുന്ന ഒരാള്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പോവും. കരിപ്പൂരുള്ള ഒരാള് 12 മണി കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലേക്ക് പോയിക്കൂടാ. ചുമ കഴിഞ്ഞിട്ടേ പോവാം. അതിനനുസരിച്ച് ഫ്ലൈറ്റിന് ടിക്കറ്റ് അയാൾ എടുക്കാവൂ, ബോധമുള്ളവരാണെങ്കിൽ. അതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ. അതല്ലേ ദീൻ, അതെല്ലാം പരിഗണിക്കണല്ലേ ദീൻ. നമ്മൾ എന്ത് പറഞ്ഞതാ ജമ്മു കശ്മീരിലേക്ക് പോയി? സമയത്ത് നിർവഹിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അവ്വൽ വഖ്തിൽ സ്വലാത്തു ഫീ അവ്വൽ വഖ്തിഹാ. കാരണം നിസ്കാരത്തെ ഒഴിവാക്കുന്നതിനെ പറ്റിയല്ല അള്ളാഹ് പറഞ്ഞത്. നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കൽ പ്രശ്നമാണ്. പിന്നെ ഹദീസ് എന്താണ്? ഞാന് ഇഖാമത്ത് വിളിച്ച് എനിക്ക് പകരം ഒരാൾ ഇമാമ് നിർത്തി മദീനയിൽ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ വീടുകൾ തേടിപ്പിടിച്ച് അവിടെ അവരടക്കം വീടിനെ കത്തിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ കുട്ടികളും പെണ്ണുങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനാണ്. പിന്നെ ഫിഖ്ഹി മസ്അലയിൽ ജമാഅത്ത് നിസ്കാരം നിർബന്ധമാവാൻ ബാങ്ക് കേൾക്കണം. നമ്മൾ പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വാജിബായി. കാരണം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചപ്പോ, നിസ്കാരത്തിൽ ഞാൻ ജമാഅത്തിന് പങ്കെടുക്കണോ, അന്ധനല്ലേ? വേണ്ടാന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ തിരിച്ചു വിളിച്ച് ചോദിച്ചതാണ്, നീ ബാങ്ക് കേൾക്കുമോ? കേൾക്കുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പങ്കെടുത്തേ പറ്റുള്ളൂ. എന്തായാലും കേൾക്കും, കേൾക്കാണ്ടിരിക്കില്ല. എന്നില്ലെങ്കിലും ഫജറിന്റെ ബാങ്ക് എന്തായാലും കേൾക്കും. കാരണം അന്ന് ഒന്നും സൗണ്ട് ഇല്ലല്ലോ, അപ്പൊ പോയേ പറ്റുള്ളൂ. പക്ഷെ ഒരു മുഅ്മിൻ ശരിക്കും 5 വക്ത് നിസ്കാരം അവന്റെ ഒരു പ്രധാന വിഷയമായിരിക്കും. അതിപ്പോ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും, ടൂറ്. ഒരു ദീനിയായ കുടുംബത്തിൽ ഫസ്റ്റ് വരുന്ന ചർച്ച എന്തായിരിക്കും? നിസ്കാരം ഇടുന്ന നിസ്കരിക്കുക. ഹോട്ടല്, റൂം, ഇതെല്ലാം ചർച്ചയ്ക്ക് വെക്കാം. പക്ഷെ ഇതിന് മുമ്പ് എവിടെ നിന്ന് നിസ്കരിക്കും, എങ്ങനെ നിസ്കരിക്കും, ഈ ചർച്ച വരുന്ന തരത്തിൽ നിസ്കാരത്തിന്റെ അഹ്മിയത്ത് നമ്മുടെ മനസ്സിൽ അറിയണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. ഞാൻ റഹ്മത്തുള്ളാഹിന്റെ ശുറൂത്തുസ് സ്വലാത്തി അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബിന്റെ തുടക്കം പറയാനുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.